ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് കുറച്ച് സ്റ്റഡി ടിപ്സുമായിട്ടാണ്. ബയോളജിയിൽ ഞാൻ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരികയും എൻ്റെ സ്റ്റഡി റുട്ടീൻസ് കുറച്ചൊക്കെ ഒന്ന് ചേഞ്ച് ആക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അത് കാരണമായിട്ട് എനിക്ക് ബയോളജി മോഡൽ എക്സാംസിനൊക്കെ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി ബയോളജി സ്കോറിൽ. അപ്പോൾ അത് നിങ്ങൾക്കും യൂസ്ഫുൾ ആവുകയാണെങ്കിൽ എന്ന് കരുതിയിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ 5 ടിപ്പുകളേ ഉള്ളൂ, അതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, നീറ്റ് ബയോളജി എന്ന് പറയുന്നത് ഫുൾ NCERT ബേസ്ഡ് മാത്രമേ ക്വസ്റ്റ്യൻ വരത്തുള്ളൂ. അതിനകത്തുള്ള ഫിഗേഴ്സ്, അതിനകത്തുള്ള ലൈൻസ് ആയിട്ട് അതൊക്കെയാണ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. അപ്പോൾ ഫിഗേഴ്സ് എല്ലാം നല്ലതുപോലെ നോക്കി പോവുക. ഓരോ ഫിഗേഴ്സിലുള്ള മാർക്കിങ്സ് ഏതൊക്കെയാണ്, മാർക്ക് ചെയ്തിട്ടുള്ള പാർട്ടുകൾ ഏതാണ്, ഏത് തരത്തിലുള്ള ഫിഗറുകളാണ്, അങ്ങനെ നോക്കി പോവുക. അത് ഒരു ഫസ്റ്റ് ടിപ്പായിട്ട് കൺസിഡർ ചെയ്യാം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ വായിക്കുന്ന സമയത്ത് പെൻ യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കൈ യൂസ് ചെയ്ത് ഫിംഗർ യൂസ് ചെയ്തിട്ടോ അതൊന്ന് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് പോവുക. അത് ഓരോന്നിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്ന സെൻറ്റൻസ് ഏതാണ് അതിങ്ങനെ വെച്ച് പോവുക. അപ്പം നമ്മൾ അതിങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് എന്താണ് അതിൽ പറഞ്ഞിട്ടുള്ളത് എന്ന് മനസ്സിലേക്ക് ക്യാച്ച് ചെയ്തുകൊണ്ട് വായിച്ചു പോവുക. പിന്നെ തേർഡ് ടിപ്പ് എന്ന് പറഞ്ഞാൽ, നമ്മൾ വായിക്കുന്ന സമയത്ത് ഓരോ ലൈൻ വായിച്ചു കഴിഞ്ഞിട്ടും എന്താണ് അതിൽ പറഞ്ഞിട്ടുള്ളതെന്ന് നമ്മുടെ ഓൺ ലാംഗ്വേജിൽ ഒന്ന് സ്വന്തമായിട്ട് പറഞ്ഞു നോക്കുക. നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ നല്ല ബേസ് ആയിട്ടുള്ള രീതിയിൽ വാക്കുകൾ ഉപയോഗിച്ച് ഇതെന്താണ് ഈ ലൈനിൽ പറഞ്ഞിട്ടുള്ളത്, അവരെന്താണ് അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു പ്രോസസ്സൊക്കെ ആണെങ്കിൽ ആ ഓരോ സ്റ്റെപ്പുകൾ അതിനകത്ത് എങ്ങനെയാണ് അത് നടക്കുന്നത്, ഓരോ റിയാക്ഷനുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മളിപ്പോൾ ഫോട്ടോസിന്തസിസിലായാലും റെസ്പിറേഷനിലായാലും അങ്ങനെ ക്യാച്ച് ചെയ്ത് പോയാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് സെൻറ്റൻസ്, ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ സെൻറ്റൻസ് വന്നാലും നമുക്കത് ശരിയാണോ തെറ്റാണോ, ഇൻകറക്റ്റ് ഓർ കറക്റ്റ്, നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് നല്ലൊരു ടിപ്പാണ്. ഫോർത്ത് ടിപ്പെന്ന് പറഞ്ഞാൽ, നമ്മൾ ബയോളജിയിൽ വലിയ നോട്ടുകൾ, നമ്മൾ ഫിസിക്സിലും കെമിസ്ട്രിയിലൊന്നും കീപ്പ് ചെയ്യുന്ന പോലെ നോട്ടുകളൊന്നും കീപ്പ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കാരണം NCERT അതുപോലെ നമ്മൾ വായിച്ച് മനസ്സിലാക്കിയാൽ മതിയാവും നമുക്ക് നല്ലൊരു 300+ സ്കോർ ചെയ്യാനായിട്ട്. 300 എന്ന് പറയുന്നത് വളരെ കുറവാണ് ബയോളജിയിൽ, പക്ഷേ ഒരു മിനിമം 300+ നമ്മൾ സ്കോർ ചെയ്യണം. അപ്പോൾ NCERT വായിക്കുന്ന സമയത്ത് തന്നെ എന്തെങ്കിലും വാക്കുകൾ നമുക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് സൈഡിലേക്കൊന്ന് അത് നോട്ട് ചെയ്തിടാം. അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോസസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ, നമ്മളിപ്പോൾ റീപ്രൊഡക്ഷനിൽ നമുക്ക് മെൻസ്ട്രൽ സൈക്കിൾ അങ്ങനെയുള്ള ഒരുപാട് ഗാമറ്റോജനസിസ് അങ്ങനെ ഒരുപാട് പ്രോസസ്സുകളുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു കുഞ്ഞ് ഒരു പേപ്പർ ഷീറ്റ് എടുത്ത്, ഒരു A4 സൈസ് പേപ്പർ എടുത്ത് അതിനെ 4ആയിട്ട് മുറിച്ചിട്ട് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഒരു സ്റ്റിക്കി നോട്ട് യൂസ് ചെയ്തിട്ട് ഒന്ന് നോട്ട് ചെയ്തിട്ട് നമുക്കത് കീപ്പ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴാണോ ആ ഒരു ചാപ്റ്റർ റിവൈസ് ചെയ്യുന്നത് ആ സമയത്ത് അതൊന്നെടുത്ത് വായിച്ചാൽ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും. ഒരുപാട് ടൈം കൺസ്യൂമിങ് ആവത്തില്ല. അപ്പോൾ ടൈം കൺസേർവ് ചെയ്യാം, നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനും പറ്റും, നല്ല ഹെൽപ്ഫുള്ളുമാണ്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഫിഫ്ത്ത് ടിപ്പ് എന്ന് പറഞ്ഞാൽ, നമുക്കറിയാലോ, റിവിഷൻ എന്ന് പറഞ്ഞാൽ, റിവൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബയോളജിയിൽ എന്നല്ല, ഏതൊരു സബ്ജക്റ്റ് ആയാലും, ഇപ്പോൾ ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും, ഫിസിക്സിലൊക്കെ ഫോർമുലാസ് നമ്മൾ വീണ്ടും റിവൈസ് ചെയ്യണം. കെമിസ്ട്രിയിൽ ഇൻഓർഗാനിക്കിൻ്റെയും ഫിസിക്കലിൻ്റെയൊക്കെ സംഭവങ്ങൾ അതും വീണ്ടും റിവൈസ് ചെയ്യണം. അപ്പോൾ അതുപോലെ തന്നെയാണ് ബയോളജിയിലും റിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലേൺ ചെയ്യുക, പഠിക്കുക, എന്നിട്ട് അതിന് ടെസ്റ്റ് നടത്തുക, എന്നിട്ട് റിവൈസ് ചെയ്യുക. അപ്പോൾ അത് നല്ലൊരു സ്ട്രാറ്റജിയാണ്. റിവൈസ് ചെയ്യുന്ന സമയത്ത് ടെക്സ്റ്റ് ബുക്ക് ഒരുപാട് തവണ വായിച്ചിരിക്കുന്നതിൽ കുഴപ്പമില്ല, ഒരുപാട് തവണ വായിക്കണം. അത് നമ്മളിപ്പം അവസാന സമയമൊക്കെ ആകുമ്പം എല്ലാവരും പറയും ടെക്സ്റ്റ് ഒന്നും ഇനി വായിക്കാൻ നിൽക്കേണ്ട, നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്താൽ മതി. പക്ഷേ ബയോളജിയിൽ അങ്ങനെയല്ല. മാക്സിമം എത്ര ടൈംസ് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നോ അത്രമാത്രം നല്ലതാണ്. ഞാൻ ടോപ്പേഴ്സിൽ നിന്നൊക്കെ കേട്ടതാണിത്. ഞാൻ ഭയങ്കര റാങ്ക് ഹോൾഡർ അല്ല, പക്ഷേ ഇതൊക്കെ എൻ്റെ റുട്ടീനിൽ ആ ഒരു സ്റ്റഡി രീതിയിൽ കൊണ്ടുവന്നപ്പോൾ എനിക്ക് കുറച്ച് മാറ്റങ്ങളുണ്ടായി. അതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഞാൻ ടിപ്പെന്ന് പറഞ്ഞാൽ, നമ്മൾ റിവൈസ് ചെയ്യുന്ന സമയത്ത് വായിക്കുമ്പോൾ ലൈൻ ബൈ ലൈൻ വായിക്കുമ്പോൾ അതൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേരുകളൊക്കെ ഇല്ലേ, നമ്മൾ അനാട്ടമിയിലായാലും ഒരുപാട് നെയിംസൊക്കെ ഉണ്ട്, സ്ട്രക്ചറുകളുണ്ട്. ഇപ്പോൾ പാരൻഗെയിം ആയാലും കോളൻഗെയിം ആയാലും അതിൻ്റെ ഓരോ സ്ട്രക്ചറുകളും ഫീച്ചേഴ്സ് ക്യാരക്ടേഴ്സൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചുമ്മാ ഒന്ന് റഫായിട്ട് ഒരു ബുക്ക് അല്ലെങ്കിൽ പെന്നും പേപ്പറും ഒക്കെ എടുത്തിട്ട് അതിനകത്തൊന്ന് നോട്ട് ചെയ്ത് പോവാം. പിന്നെ ഫ്യൂച്ചർ യൂസിന് വേണ്ടിയിട്ടല്ല, അത് അപ്പോഴത്തേക്ക് മാത്രം നമുക്കൊന്ന് നോട്ട് ചെയ്ത് പോകുമ്പോൾ വായിക്കുന്നതിനോടുകൂടി എഴുതി പോകുമ്പോൾ കുറച്ചുകൂടെ മെമ്മറി നിൽക്കുന്നതായിരിക്കും. അപ്പം പെട്ടെന്ന് നമുക്ക് ഓപ്ഷൻ കാണുമ്പോഴൊക്കെ കറുപ്പിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കുമ്പോൾ നല്ലതായിരിക്കും. ഞാൻ അത് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കുറച്ച് നല്ല മാറ്റം തോന്നി. എനിക്ക് ഇത് കഴിഞ്ഞ വർഷം ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ചെയ്ത മെത്തേഡാണ്. അപ്പോൾ അവൾക്ക് നല്ല സ്കോറൊക്കെയാണ്. അപ്പോൾ അവളാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെ ചെയ്ത് നോക്ക്. അങ്ങനെ ഞാൻ ചെയ്തപ്പോൾ എനിക്കും ബയോളജിയിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി. അപ്പോൾ നിങ്ങളും ഇത് ചെയ്ത് നോക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.
അപ്പോൾ ഇത്തരത്തിലുള്ള എൻ്റെ റൊട്ടീനിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ എനിക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ ഇനിയും എത്തുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.